നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കേരളത്തിലുടനീളം നടക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും വനിതാ നേതാക്കളെ പറ്റി ചർച്ചയുണ്ടോ എന്നതാണ് ഇന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഏതെങ്കിലും ഒരു വനിതാ നേതാവിന്റെ പേര് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കാട്ടുന്നുണ്ടോ? മാധ്യമങ്ങൾ ചിലരെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ അവരുടെ വനിതാ നേതാക്കളെ കാര്യമായി പരിഗണിക്കുന്നുണ്ടോ? കേരളത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ പുരുഷന്മാരുടെ അപ്രമാദിത്യം ഇന്നും തുടരുകയാണ്. പേരിന് മാത്രമാണ് സംസ്ഥാന ഭാരവാഹികളിൽ ഇടം നേടുന്ന വനിതകൾ ഉണ്ടാകുന്നത്. പേരിന് മാത്രം ഇടം പിടിക്കുമ്പോഴും അത് ഒരു തരത്തിലും പുരുഷന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള, അവരോട് എതിർത്ത് സംസാരിക്കാൻ കഴിവോ കപ്പാസിറ്റിയോ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ അത്തരം സ്ഥലത്ത് കൊണ്ടുവന്ന് അവരോധിക്കുക പതിവുമാണ്. പറയുന്ന ന്യായമോ സംഘടനയ്ക്ക് വഴങ്ങില്ല എന്ന മറ്റൊരു മറുവാക്ക്. കഴിവും കാര്യപ്രാപ്തിയുമുള്ള സ്ത്രീകളെ ഇന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും ഒരു വനിത എത്തിയിട്ടില്ല. പുരോഗമനം കൂടുതലുണ്ട് എന്നും ഇവിടെ വിദ്യാഭ്യാസമുള്ളവരുടെ എണ്ണം കൂടുതലുണ്ടെന്നും പുരോഗമിച്ച സ്ത്രീകളുടെ എണ്ണവും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണവും ഒക്കെ കൂടുതലുണ്ടെന്നും വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നിലാണെന്നും അവകാശപ്പെടുമ്പോഴും പൊതുരംഗത്തേക്ക് എത്തുന്ന സ്ത്രീകളിൽ എത്ര പേർക്ക് കൃത്യമായ രാഷ്ട്രീയ അവബോധമുണ്ടാവുകയും രാഷ്ട്രീയം പറയാൻ അറിയുകയും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അഥവാ പേരിന് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉയർന്നു വന്നാൽ അവരെ തീർച്ചയായും ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യും. മാധ്യമരംഗത്തും ഇതുതന്നെയാണ് അവസ്ഥ. ഏതെങ്കിലുമൊക്കെ ഗോഡ്ഫാദർമാരുണ്ടെങ്കിൽ ഗോഡ്ഫാദർമാരുടെ കൈപിടിക്കാതെ മാധ്യമരംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും ഒരു വനിതയ്ക്കും കടന്നു വരാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പോഷക സംഘടന, ഒരു രാഷ്ട്രീയ സംഘടനയുടെ പോഷക സംഘടനയുടെ വനിതാ നേതാക്കളെല്ലാം ചേരുന്ന ഒരു വേദിയിൽ വെച്ച് പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ പറയുന്നത് കേട്ടു, ഞങ്ങളെ സഹോദരിയെ പോലെ അമ്മയെ പോലെ കൈപിടിച്ചുയർത്താൻ ചിലരുണ്ട് എന്ന്. അങ്ങനെ ആരുടെയെങ്കിലും കൈപിടിച്ചുയരേണ്ടവരാണോ സ്ത്രീകൾ? ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും സംസ്കാരവും ഇത്രയധികം ജോലിയും ഒക്കെ നേടിയിട്ടും ഇന്നും ഏതെങ്കിലും ഒരു പുരുഷന്റെ കൈപിടിച്ചു മാത്രമേ രാഷ്ട്രീയത്തിലേക്ക് പിച്ച വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതി ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭരായ നിരവധി വനിതകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ പരിഗണിക്കാമെന്ന ഒരാളായിരുന്നു KR ഗൗരിയമ്മ. എന്നാൽ ഗൗരിയമ്മയെ എങ്ങനെയാണ് CPM ട്രീറ്റ് ചെയ്തതെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു വേള ഗൗരിയമ്മയുടെ ജാതി പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇടതുപാളയത്തിൽ നിന്ന് എത്തുമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന ആളാണ് KK ശൈലജ. KK ശൈലജയെ ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയാകും, ജനപ്രീതിയുള്ള നേതാവാണെന്ന് കണ്ട് തച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ തുടങ്ങിയിരുന്നു. അത് ഏതാണ്ട് ഫലപ്രാപ്തിയിലെത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KK ശൈലജയ്ക്ക് സീറ്റ് പോലും നിഷേധിക്കുന്ന അല്ലെങ്കിൽ തോൽക്കുന്ന സീറ്റിലേക്ക് മാറ്റി മത്സരിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏകാധിപത്യമായതുകൊണ്ട് തന്നെ മതേതരവും ജനാധിപത്യവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് ഇന്ന് CPM-ൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യാനും ആർക്കും കഴിയുകയുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിലും നിരവധി വനിതാ മുഖങ്ങളുണ്ട്. പണ്ടുകാലത്തെക്കാളേറെയായി ഇന്ന് കോൺഗ്രസിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്ന വനിതാ നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിൽ കണക്കാക്കേണ്ടത് നിഷ സോമൻ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായി വിവരങ്ങൾ സംസാരിക്കുന്ന നിഷ സോമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ CPIയിൽ നിന്ന് കോൺഗ്രസിൽ വന്നതാണ്. പക്ഷേ രാഷ്ട്രീയം കൃത്യമായി പറയാനറിയുന്നത്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൃത്യമായി ഷാർപ്പായി കാര്യങ്ങൾ സംസാരിക്കുന്ന, ആർട്ടിക്കുലേറ്റീവ് കപ്പാസിറ്റി ഉള്ള, കൃത്യമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാൾ എന്ന രീതിയിൽ
ശ്രീനാദേവി കുഞ്ഞമ്മ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരേണ്ട ഒരാൾ തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് അവരെ എങ്ങനെ പരിഗണിക്കും? ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പക്ഷെ അതെങ്ങനെ പരിഗണിക്കും? വരും കാലഘട്ടങ്ങളിൽ അവരെ പരിഗണിക്കുമോ, അവരെ തഴയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കോൺഗ്രസ് ആണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ നമുക്കറിയാം വളരെ കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടായിരുന്ന ലതിക സുഭാഷും ശോഭന ജോർജും ഒക്കെ പോയ കാര്യങ്ങൾ നമുക്കറിയാം. ശോഭന ജോർജ് ഒരു കാലത്ത് കെ കരുണാകരനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന, കെ കരുണാകരൻ രാഷ്ട്രീയത്തിൽ കൈവച്ച് അനുഗ്രഹിച്ച് കൂടെ കൊണ്ട് നടന്ന ഒരാളായിരുന്നു നമ്മുടെ ശോഭന ജോർജ്. നമുക്കറിയാം ചെങ്ങന്നൂർ MLA ആയിരുന്നു, എൻ്റെ MLA കൂടിയായിരുന്നു. പക്ഷെ പിന്നീട് ശോഭന ജോർജ് പറഞ്ഞ ഒരു വാചകം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ആരുടെയെങ്കിലും ഓമനയായെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന അവരുടെ തുറന്നു പറച്ചിൽ അത് അക്ഷരാർത്ഥത്തിൽ ഇന്നും ശരി തന്നെയാണ്. ഇന്നും കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. അങ്ങനെ പരിഗണിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ക്വാളിറ്റിയിലേറെ പിന്നിലാണെന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. ക്വാണ്ടിറ്റി ഏറെയുണ്ട്, ക്വാളിറ്റി എത്രയുണ്ട് എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊണ്ടു നടക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. അതിൽ ഒന്നോ രണ്ടോ പേരെ എവിടെയെങ്കിലും അവരുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുമായി അടുപ്പമുള്ള ബന്ധമുള്ള ആരെയെങ്കിലും ഒക്കെ വളർത്തിയെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കഴിവും കാര്യപ്രാപ്തിയുമുള്ള എത്ര പേർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്? ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ മുഖമായി, അതായത് നേതാക്കന്മാർ ഒരുപാടുണ്ട്, പക്ഷേ സംഘടനാ മുഖങ്ങൾ പലരുമുണ്ട്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ മുഖമെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ, അത് ശോഭാ സുരേന്ദ്രനാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രന് പോലും ഒരു ജയിക്കുന്ന സീറ്റ് അല്ലെങ്കിൽ ഷുവറായ ഒരു സീറ്റ് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ ചർച്ചകളിൽ വരുമ്പോൾ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾ ഒന്നിനും കൊള്ളില്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങി നിന്നോട്ടെ, എന്തിനെങ്കിലും കൊള്ളാമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം പറയാൻ അറിയാമെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ അവർ പടിക്ക് പുറത്ത് എന്ന രീതി തന്നെയാണ് ഇന്നും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്രയൊക്കെ സ്ത്രീ സമത്വം പറഞ്ഞാലും ഇന്നും പുരുഷാധിപത്യ സമൂഹമാണ് രാഷ്ട്രീയത്തിലും മാധ്യമപ്രവർത്തനത്തിലും സിനിമയിലും എല്ലാം നിലനിൽക്കുന്നതെന്ന സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. കേരളത്തിലെ സ്ത്രീകൾ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച്, വനിതാ ദിനം വരികയാണ്, എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ സ്ത്രീകളാണ് ഇന്ന് ഭാഗധേയം നിർണ്ണയിക്കുന്നത്. കാരണം സ്ത്രീകളാണ് വോട്ടർമാരിൽ കൂടുതലുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് സ്ത്രീ എവിടെ മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനുള്ള ബാധ്യത കേരളത്തിലെ സ്ത്രീ സമൂഹം ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ കേരളത്തിലെ പുരുഷാധിപത്യ പ്രവണതയ്ക്ക് അല്പം കുറവരികയുള്ളൂ. മാത്രമല്ല അഴിമതി തടയാനും, സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത്, രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സ്ത്രീകൾ വരുന്നതും നേതാക്കന്മാരാകുന്നതും അഴിമതി തടയാനും കാരണമായി തീരും. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭേദമന്യേ ഏത് സ്ത്രീ മത്സരിച്ചാലും ആ സ്ത്രീകളെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ സ്ത്രീകൾ ഏറ്റെടുക്കണം. സ്ത്രീകളാണ്, നമുക്കറിയാം, ഇപ്പോ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ പല സഭകൾ ജയിപ്പിച്ചു, അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ വോട്ടിന്റെ 90% കേരളത്തിലെ സ്ത്രീകളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ സ്ത്രീകളെ കൊണ്ടു നടക്കാൻ അറിയുന്ന, സ്ത്രീകളെ ഒരുമിച്ച് ചേർത്ത് തോളോട് തോൾ ചേർത്ത് കൊണ്ടു നടക്കാൻ അറിയുന്ന വനിതാ നേതാക്കന്മാരുണ്ടാകണം, അവരായിരിക്കണം. അത്തരം വനിതാ നേതാക്കന്മാരെ തീർച്ചയായും രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ട്. അത്തരം വനിതാ നേതാക്കന്മാർ മുമ്പോട്ട് വരണം. മുമ്പോട്ട് വരാൻ കഴിയുമോ എന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില വനിതാ നേതാക്കന്മാരൊക്കെ പറയുന്നത് കേട്ടു ആരുടെയൊക്കെയോ കൈപിടിച്ചു വന്നു. കൈപിടിച്ചു വരികയല്ല, സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെട്ട് സ്വന്തം നിലയ്ക്ക് ഇത് പോരാടി തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് വനിതാക്കൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൂടി പറയുകയാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നു എന്ന് കേൾക്കുന്നു. അവർ എവിടെയാണെന്ന്, കായംകുളത്ത് മത്സരിക്കുന്നു എന്ന് പറയുന്നു. ഒരുപാട് പേർ ഒരുപാട് മണ്ഡലങ്ങളിൽ അവരുടെ പേരുകൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും അവരുടെ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെന്നുള്ള കാര്യം കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാനും പറയാനും കഴിയുകയുള്ളൂ.